പ്രിയങ്ക ഗാന്ധിയെ കാണാനില്ല. വയനാട്ടിൽ നിന്നാണ് പരാതിയല്ല, കേസായിരിക്കുന്നു. ഞങ്ങളുടെ എം പിയാണ്, തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇപ്പോൾ വയനാട്ടിൽ ഈ മുണ്ടക്കയിലൊക്കെ വീണ്ടും ഒരു പ്രളയവും ദുരന്തവും ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായി. എന്നിട്ടും എം പിയെ കാണുന്നില്ല. അങ്ങനൊരു പരാതി വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയെ കാണാനില്ല, ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീമാരെ പിടിച്ചതിന് ശേഷം സുരേഷ് ഗോപിയെ കാണാനില്ല എന്ന് പറഞ്ഞ് KSUക്കാർ ഒരു കേസ് ഗുരുവായൂർ മറ്റോ കൊടുത്തു. അതിന് ബദലായിട്ട് വന്നതായിരിക്കാം. അത് ഒരു ബിഷപ്പാണ് ആദ്യം പറഞ്ഞു ഞങ്ങൾ ജയിപ്പിച്ച എം പി ഈ പബ്ലിസിറ്റി സീക്കേഴ്സ് ഉണ്ട്. വെറുതെ ഇരിക്കുമ്പോൾ എൻ്റെ ഫോട്ടോ ഒന്ന് വരണം, ഇതെന്ന് വരണം. അപ്പോൾ അതിന് പറ്റിയ ഒരു എന്താ ചെയ്യാന്ന് ഇരിക്കപ്രതി ഉണ്ടാവില്ല. അപ്പോഴാണ് ഇത് കിട്ടുന്നത്. സുരേഷ് ഗോപിയെ കാണുന്നില്ല, വോട്ട് ചെയ്ത് ജയിച്ച എം പിയെ കാണുന്നില്ല. ചെയ്തല്ല, ഞാൻ വോട്ട് ചെയ്തു, ഞങ്ങൾ വോട്ട് കൊടുത്ത എം പിയെ കാണുന്നില്ല. അതെ, അങ്ങനെ എവിടെ വോട്ട് ചെയ്ത് പുള്ളി അറിഞ്ഞൂടാ. എനിവേ, ഈ വോട്ട് ചെയ്ത ആൾക്കാരുടെ മുമ്പിൽ ദിവസവും രാവിലെ വന്ന് സ്വയം പ്രദർശിപ്പിക്കുന്ന ആളൊന്നുമല്ല എം പി. അതവർ മനസ്സിലാക്കണം. എന്ത് സംഭവിച്ചു? അതിൻ്റെ കൗണ്ടറായിരിക്കാം ഈ വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയെ കാണാനില്ല എന്ന് പറയും. അതൊന്നും ഒരു കഴമ്പുള്ള സാധനമല്ല. പ്രിയങ്ക ഗാന്ധി ഈസ് ദെയർ. നിങ്ങൾക്ക് ഒരു പോലീസ് സ്റ്റേഷനിൽ കേസ് മാൻ മിസ്സിങ് എന്ന് പറഞ്ഞിട്ട്, പ്രിയങ്ക ഗാന്ധി നിങ്ങളുടെ ആരുമല്ല, നിങ്ങളുടെ എം പിയാണ്, നിങ്ങൾ വോട്ട് ചെയ്തു, അവർ ഉണ്ടല്ലേ. ടെക്നിക്കലി അല്ലെങ്കിൽ ലീഗലി അവർ ഇവിടെ നിയോജകമണ്ഡലത്തിൽ വന്ന ആൾക്കാരെ കാണണമെന്ന് യാതൊരു ചട്ടവുമില്ല. അവർ പാർലമെൻറ്റിലാണ് പോകേണ്ടത്. പാർലമെൻറ്റിൽ നിരന്തരം അവർ ആബ്സെൻ്റ് ആയി കഴിഞ്ഞാൽ സ്പീക്കർ അവരെ ഇത് ക്യാൻസൽ ചെയ്യും. അതുകൊണ്ട് ഇവർക്ക് ഹാജരായേ പറ്റുള്ളൂ. മിനിമം. ഈ പണ്ടൊരു തലക്കെട്ടുകാരൻ ഇവിടെ ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് എന്തോ ഒരു ബനാത്ത് വാലയാണ്. ബനാത്ത് വാലയല്ല, വേറൊരു കക്ഷിയായിരുന്നു പുള്ളി. മത്സരിക്കാൻ വേണ്ടി മാത്രം വരും, പിന്നെ വരത്തില്ല. രണ്ടുപേരാണ് കേരളത്തിൽ നിന്ന് ജയിച്ചുകൊണ്ടിരുന്ന സ്ഥിരം. സുലൈമാൻ സേട്ടും ബനാത്ത് വാലയും. ഒരാൾ മഞ്ചേരിയിൽ മത്സരിക്കും, മറ്റേ ആൾ മലപ്പുറത്ത് രണ്ട് ലോക്സഭാ മണ്ഡലമാണല്ലോ മുസ്ലിം ലീഗിൻ്റെ. 2 ലോക്സഭാ മണ്ഡലത്തിലും ഇവരെ ജയിപ്പിച്ചു വിടും. പിന്നെ ആ സമയത്ത് മാത്രം വരും, പിന്നെ ഇങ്ങോട്ട് വരില്ല. അപ്പോൾ അത് ഈ ലീഗലി അതിന് തെറ്റൊന്നുമില്ല കേട്ടോ. അവർ പാർലമെൻറ്റ് അറ്റൻഡ് ചെയ്താൽ മതിയെന്നേ. അവരുടെ ജോലി ഏതാണ്? ലോ മേക്കേഴ്സ് ആണല്ലോ. എം പി കല്യാണത്തിന് വരണം, അടിയന്തരത്തിന് വരണം, ശവടത്തിന് വരണം. ഈ സാധനമൊക്കെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് തുടങ്ങിയതാണ്. അല്ലാതെ എം പി ഇതിനൊന്നും നടക്കാനുള്ള ആളല്ല. നിയമനിർമ്മാണ സഭയിൽ അത് നോക്കിയും കണ്ടും ചെയ്യേണ്ട ആളാണ് എം പി. MLAയും അതുപോലെ തന്നെ. ആ പണി ഒഴിച്ച് ബാക്കിയെല്ലാം ഇവരിപ്പോൾ ചെയ്യുന്നു. പിന്നെ ഈ ഹൈമാസ്റ്റ് വിളക്കും പിന്നെ വെയിറ്റിംഗ് ഷെഡ്യൂൾ ഉണ്ടാക്കിയിട്ട് കാശ് അടിച്ചു മാറ്റുക, ഇതുപോലത്തെ കലാപരിപാടികളൊക്കെ ചെയ്യുന്നു. കഷ്ടമാണ് MLA MP യുടെ ജീവിതം. ചേട്ടാ, ഈ 2 കേസുകളും നോക്കുമ്പോൾ ഒരു വ്യത്യാസമുണ്ട്. ഈ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീ വിവാദം ഉണ്ടായതിന് ശേഷം തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന് ലോജിക്കില്ല. ഛത്തീസ്ഗഡ് അവിടെ കിടക്കുന്നു, തൃശ്ശൂർ അവിടെ കിടക്കുന്നു. പക്ഷേ വയനാട്ടിലെ പരാതി, വയനാട്ടിലെ MP അവിടെ ദുരന്തം ഉണ്ടായിട്ടും അവിടെ വന്നില്ല എന്ന് പറയുമ്പോൾ അതിന് കുറച്ചുകൂടി ഒരു ജെന്യൂനിറ്റി ഉണ്ട്. അത് പൊളിറ്റിക്കൽ ജെന്യൂനിറ്റിയാണ്. ലീഗലി ഒന്നുമില്ല അതിൽ. അതാണ് ലീഗലി ഒന്നുമില്ല. പലർക്കും ഒരു ധാരണയുണ്ടെന്നേ, ഈ MP ഇതൊക്കെ ചെയ്യണം. MP എവിടെ? ഞങ്ങളുടെ റോഡ് പൊളിഞ്ഞു കിടക്കുന്നു. MP എവിടെ? MP എന്തിനാണ്? അത് കോർപ്പറേഷനാണ് ആ റോഡ് ചെയ്യേണ്ടത്. MP ചെയ്യാൻ പറ്റില്ല. ഇത് പലരുടെയും ഒരു തെറ്റിദ്ധാരണയാണ്. MPക്കും MLAക്കും ഒക്കെ എന്തോ വലിയ അധികാരങ്ങളാണ്. ഒരു ചുക്ക് അധികാരവും ഇല്ല. അതിനാണ് അവർക്ക് MP ഫണ്ട് MLA ഫണ്ട് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. അതർവൈസ് ഇവർക്ക് ഒന്നുമില്ലാതെ, തുണിയും കോണാനും ഇല്ലാതെ നിൽക്കും ഇവർ. അപ്പോൾ കുറച്ചെങ്കിലും ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് MLA ഫണ്ടും MP ഫണ്ടും കൊടുത്തിരിക്കുന്നത്. അത് വിനിയോഗിക്കാൻ കുറേ ചട്ടങ്ങളൊക്കെ ഉണ്ട്. അത് ചെയ്യാന്നുള്ള അതിനപ്പുറത്ത് MPക്കും MLAക്കും ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ഇപ്പോൾ MLA ചെയ്യുന്ന അയാളുടെ കയ്യിലുള്ള കാശ് വെച്ചിട്ട് ഏതെങ്കിലും ഒരു റോഡിന് തികയില്ല കാശ്. കുറച്ച് പേര് അടിച്ചു മാറ്റുമല്ല, കോൺട്രാക്ടറും MPയും ഒക്കെ അടിച്ചു മാറ്റും. ബാക്കി വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അത് എന്തെങ്കിലും ഒന്ന് തൊടിച്ച് ചെയ്യാൻ, അതിൽ കവിഞ്ഞൊന്നും ചെയ്യാനൊന്നും പറ്റില്ല. ഇത് പക്ഷേ ആളുകൾക്ക് രുചി പിടിച്ചു പോയി. ഇയാൾ കല്യാണത്തിന് വരണം, മരിച്ച വീട്ടിലെല്ലാം ചെല്ലണം. മരണ വീട്ടിൽ ശവവും കൊണ്ട് ആൾക്കാർ കാത്തിരിക്കുന്നു. MP വരെ MLAയുടെ ഫോൺ വരുന്നു, ഞാൻ തനിച്ചിട്ട് താമസിക്കും, പക്ഷേ പ്ലീസ് വെയിറ്റ്. സഹി കേട്ടിട്ട് ഇവരുടെ ഒരു റിലേറ്റീവ് പറഞ്ഞു, സാറ് വരണമെന്നൊന്നുമില്ല. അല്ലല്ല, ഞാൻ വരും. കാരണം പുള്ളിക്ക് അത് വന്ന് അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് പിറ്റേ ദിവസം പത്രത്തിൽ കൊടുക്കണം.
അടുത്ത തിരഞ്ഞെടുപ്പിൽ എന്തോ ഇതുണ്ടാവും. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇതൊക്കെ ഞാൻ പറയാം, അർത്ഥശൂന്യമായ കാര്യങ്ങളിൽ അഭിരമിക്കുന്നവനാണ് മലയാളി. അങ്ങനെ ആയിത്തീർന്നു. ഇപ്പം എന്ത് ചെയ്യാൻ? പക്ഷേ ഇതിനകത്തൊരു കാര്യമുണ്ട്. ഇത് സുരേഷ് ഗോപിക്ക് നേരെയാണ് ഈ മുന. എന്ത് വന്നാലും സുരേഷ് ഗോപിയെ വെറുതെ വിടത്തില്ല, പിടിച്ചിടുക. അതറിഞ്ഞു ഞാൻ പറയാം. കേരളത്തിൽ സുരേഷ് ഗോപി ജയിച്ചത് LDF UDF പിന്നെ അവരുടെ പരിവാരങ്ങൾ, അവരുടെ ഭജന സംഘമുണ്ട്. ഈ യൂഹന്നാൻമാർ മിലിത്തിയോസ് ഭജന സംഘം, പ്രധാന പാട്ടുകാർ LDF UDF ആണ്. ഇവർ പിന്നാലെ. അപ്പം ഇവർക്കൊന്നും ദഹിച്ചിട്ടില്ല ഇതുവരെ. ഈ സാധനം ഇങ്ങനെ വീണ്ടും വീണ്ടും അവർക്ക് തികട്ടി വരുന്നു. ചോദിച്ചോ BJP ജയിക്കുക, അതും സുരേഷ് ഗോപി ജയിക്കുക. സഹിച്ചിട്ടില്ല, കിടന്നാൽ ഉറക്കം വരുന്നില്ല. അതുകൊണ്ടാണ് ഇതുവരെ ഒന്നും ഉണ്ടായിരുന്ന സുനിൽകുമാറൊക്കെ ഇപ്പം ചാടി വീണാണില്ല. സുരേഷ് ഗോപിയുടെ ഭാര്യയും മക്കളും ഇലക്ഷൻ വോട്ട് ചെയ്തു. സുരേഷ് ഗോപിയുടെ ഭാര്യ വോട്ട് ചെയ്തതുപോലെ മക്കൾ വോട്ട് ചെയ്തു. ഇതെന്ത് തെമ്മാടിത്തരം? അപ്പോൾ ആൾക്കാർ പേടിക്കും. ഫുൾ വോളിയത്തിൽ റിപ്പോർട്ടർ ചാനലിൽ അവർ അനൗൺസ് ചെയ്യും, സുരേഷ് ഗോപിയുടെ ഭാര്യയും വോട്ട് ചെയ്തതായി വാർത്ത. സുരേഷ് അവിടെ നിൽപ്പുണ്ടോ? അയാൾ അവിടെ വടിയും പിടിച്ച് അവിടെ നിൽപ്പുണ്ട്. ഞാൻ സുരേഷ് ഗോപിയുടെ പഴയ വീടിൻ്റെ പുറകു വശത്താണ് നിൽക്കുന്നത്, ഇതിലെ കൂടെ ഇറങ്ങിപ്പോയാൽ ചെറിയൊരു ഗേറ്റ് കാണുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ വലിയ ഇതൊക്കെ നടക്കുന്നത് ഇതാണ്. ഒരു വീട്ടിൽ നിന്ന് 9 വോട്ട്, ആ വീടിൻ്റെ വിഷ്വൽസ് കാണിച്ചുകൊണ്ടിരിക്കുന്നു ഒരു TV ചാനൽ. ഒരു വീട്ടിൽ നിന്ന് 9 വോട്ടുണ്ടെന്ന് വെച്ചോ, ആ വീടിൻ്റെ വിഷ്വൽ കണ്ടിട്ട് ആർക്കെന്ത് കിട്ടാന്? എന്തിനാണ് അതിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? വെറുതെ പൊലിപ്പിക്കുക. സുരേഷ് ഈ ചാനലിലും ആ റിപ്പോർട്ടർക്കും സുരേഷ് ഗോപി ജയിച്ചതൊന്നും സഹിച്ചിട്ടില്ല. അപ്പം ഇവർക്ക് സഹിക്കാത്ത കാര്യം ഇപ്പോൾ ഒരു ചാൻസ് വന്നു കഴിഞ്ഞപ്പോൾ അതങ്ങ് ആർക്ക്. ഒന്നാമത് ഈ ചാനലിലുള്ളവരൊക്കെ ഉണ്ടല്ലോ പിള്ളേരാണെന്നേ, വോട്ടർ പട്ടിക ഇവർ കണ്ടിട്ടില്ല, വോട്ട് ചെയ്തിട്ടുള്ളവർ കാണില്ല. എന്നോട് ചെറുപ്പക്കാരൻ ചോദിച്ചു, എന്താ സാറേ ഇത് PDF കൊടുത്താൽ പോരാ, വേർഡ് ഫയൽ കൊടുക്കണം അല്ലെങ്കിൽ എക്സൽ കൊടുക്കാൻ പറ്റില്ല എന്ന് സാറ് പറയുന്നത്. ഞാൻ പറഞ്ഞു എക്സൽ ഫയൽ എന്തിനാണ്? അല്ല അത് ഞങ്ങൾക്ക് കമ്പയർ ചെയ്യാം, എഡിറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞു അതാണ് പ്രശ്നം. ഇലക്ഷൻ കമ്മീഷൻ്റെ ഡാറ്റ വാങ്ങിച്ച് എഡിറ്റ് ചെയ്യണം, എന്നിട്ട് ആ ആയുധം വെച്ച് ഇലക്ഷൻ കമ്മീഷൻ തന്നെ അടിക്കണം. പറഞ്ഞു അല്ല അത് മൗലികാവകാശമല്ല. ഞാൻ പറഞ്ഞു മൗലികാവകാശമോ? വോട്ടർ പട്ടിക വോട്ട് ചെയ്യാനുള്ള അവകാശം പോലും മൗലികാവകാശമല്ല. മൗലികാവകാശമല്ലേ? അല്ല. ഞാൻ പറഞ്ഞു മോനെ അത് സ്റ്റാറ്റ്യൂട്ടറി റൈറ്റാണ്. മോൻ്റെ വോട്ട് എടുത്തു കളയാൻ സർക്കാരിന് അവകാശമുണ്ട്, അതിന് കാരണം കാണിക്കണമെന്നേ ഉള്ളൂ. അല്ല പക്ഷേ അതൊരു മൗലികാവകാശമാണല്ലോ. മൗലികാവകാശം എന്നുള്ള വാക്ക് ദുരുപയോഗം ചെയ്യുകയാണ് നാട്ടിൽ. എല്ലാ അവകാശവും മൗലികാവകാശമാണെന്ന് പറഞ്ഞാൽ നടക്കും. അതെ, ഫണ്ടമെന്റൽ റൈറ്റ്സ് വേറെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. സ്വത്തവകാശം മൗലികാവകാശമാണ്. അല്ല, എടുത്തു കളഞ്ഞാണ്. മൗലികാവകാശം ആയിരുന്നു, എടുത്തു കളഞ്ഞു. മൗലികാവകാശമാണെങ്കിൽ നിങ്ങൾക്ക് സ്ഥലം അക്വയർ ചെയ്യാൻ പറ്റില്ല സർക്കാരിന്. അതെ, മൗലികമല്ലേ, അത് പിടിച്ചു ചെയ്യുക. ഇത് പറഞ്ഞാൽ അത് മനസ്സിലാക്കുന്ന ആ ജനറേഷൻ അങ്ങ് പോയി. ഞാൻ ഇപ്പം ന്യൂ ജനറേഷൻ ഏത് ഫയൽ കിട്ടിയാലും അത് എഡിറ്റബിൾ ആയിരിക്കണ്ട, അല്ലാത്ത ഫയൽ കിട്ടിയിട്ട് എന്താ കാര്യം? ഞാൻ പറഞ്ഞു അത് റീഡ് ഒള്ളിയാണ്. അല്ല അതപ്പോൾ തിരുത്താൻ എന്ത് ചെയ്യും? ഇലക്ഷൻ കമ്മീഷനിൽ പോവുക, അവരോട് പറയാം, അവർ തിരുത്തും. അല്ല നമ്മളല്ല തിരുത്തേണ്ടത്. നമ്മളല്ല തിരുത്തേണ്ടത്. സാർ ഞാനാണ് നാരായണൻ, എൻ്റെ സുനിൽ മോഹൻദാസ്, ഈ പേര് ഒറ്റ പേരാണോ അതോ മോഹൻ വേറെ ദാസ് വേറെയാണോ? ആർക്കറിയാം? മലയാളത്തിൽ എഴുതി കഴിഞ്ഞാൽ പ്രശ്നമില്ല, മലയാളത്തിൽ ക്യാപിറ്റൽ ലെറ്റർ ഇല്ലല്ലോ. ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ M ക്യാപിറ്റൽ പിന്നെ D ക്യാപിറ്റൽ വേണോ സ്മോൾ വേണോ, അടുപ്പിച്ചെഴുതണോ അകത്തി എഴുതണം, ആർക്കും അറിയില്ല. ഇങ്ങനെ എൻ്റെ റെക്കോർഡിൽ ഓരോ സ്ഥലത്തും ഇങ്ങനെ ഓരോന്നാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാലം ജീവിക്കുന്നത്. ഇതിവർ സെർച്ച് ചെയ്ത് കഴിയുമ്പോഴുണ്ടല്ലോ ഞാൻ മിടുക്കനായി പോകും. ചിലപ്പോൾ തിരുവനന്തപുരത്തെ വോട്ടർ പട്ടികയിൽ എൻ്റെത് മോഹൻദാസ് അടുപ്പിച്ച് ഒറ്റ M മാത്രം ക്യാപിറ്റൽ, ബാക്കിയെല്ലാം സ്മോൾ ലെറ്റേഴ്സായിട്ട് എഴുതിയിരിക്കുന്നു. കൊച്ചിയിൽ M ക്യാപിറ്റൽ പിന്നെ ഒരു ഗ്യാപ്പ് ഇട്ട് Dയും ക്യാപിറ്റൽ. ഇതിവർ കമ്പ്യൂട്ടർ കമ്പയർ ചെയ്യുമ്പോഴുണ്ട് ഇത് രണ്ടും 2 പേരാണ്. ഞാൻ പാസ്സായി പോകും. പ്രാക്ടിക്കലി ഒരേ മോഹൻദാസ്. ഇവരെന്ത് ചെയ്യാൻ പോകുന്നു ഈ എക്സർസൈസ് കൊണ്ട്? ആലപ്പുഴ ജില്ല ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്, ഏറ്റവും കൂടുതൽ വീട്ടുപേരുകൾ
പുത്തംപറമ്പിൽ, പുതിയ പറമ്പിൽ, നെഗർത്തിൽ, ഇതൊക്കെയാണ്. നെഗർത്തിൽ, പുതിയ നെഗർത്തിൽ, പുതുവൽ നെഗർത്തിൽ, ഇങ്ങനെയൊക്കെയുള്ള പേരുകൾ. ഇപ്പോൾ പുത്തംപറമ്പ് എടുക്കുക. പുത്തംപറമ്പ് ഒറ്റ വാക്കാണോ 2 വാക്കാണോ? പുത്തൻപറമ്പ് ഒറ്റ വാക്കാണ്. 2 വാക്കായിട്ട് എഴുതുന്നുണ്ട്. പുത്തൻ വേറെ, പറമ്പ് വേറെ. അങ്ങനെ എഴുതാമല്ലോ. പുത്തൻ പറമ്പ് അങ്ങനെ എഴുതാം. തെറ്റായിരിക്കാം, പക്ഷെ അങ്ങനെ എഴുതി. അപ്പോൾ രാഘവൻ പുത്തംപറമ്പിൽ, വീണ്ടും രാഘവൻ പുത്തംപറമ്പിൽ, അത് അടുപ്പിച്ച പുത്തംപറമ്പിൽ, ഇത് അകത്തിയ പുത്തംപറമ്പിൽ. രണ്ടും രണ്ടുപേരായിട്ട് റെഡി രണ്ടുപേരായിട്ട് സിസ്റ്റം റെഡി ചെയ്യും. സിസ്റ്റം റെഡി ചെയ്യും. തലയ്ക്ക് വെളിവുള്ള ഏജന്റുമാർ, ഇത് നമ്മുടെ രാഘവൻ ചേട്ടനല്ലേ പുത്തംപറമ്പിലെ, ഇത് അപ്പോൾ ഇത് കാട്ടി. സോ ഇറ്റ് ഈസ് മെന്റ് ടു ബി മാനുവലി കറക്റ്റഡ് ഇൻ എവറി ബൂത്ത്. ഒരു ബൂത്തിൽ 1000, 1500 പേരെന്ന് വെച്ചു, പോട്ടെ 2000 പേരെന്ന് വെച്ചു. ഈ 2000 പേരുടെ കറക്റ്റായിട്ട് വോട്ടർ പട്ടിക ശരിയാക്കാൻ രാഷ്ട്രീയ പാർട്ടികളുടെ ഏജൻറ്റുമാർക്ക് സാധിക്കും. അല്ലാതെ രാഹുൽ ഗാന്ധി ഇരുന്നിട്ട് ഭൂമിയിലെ വോട്ടർ പട്ടിക മുഴുവൻ ഒരു ടീമിനെ വെച്ച് കമ്പ്യൂട്ടറിൽ വെച്ച് അങ്ങ് ശരിയാക്കി കളയാമെന്ന് പറഞ്ഞാൽ നടക്കാൻ പോകില്ല. ആൻഡ് ഇറ്റ് കനോട്ട് ബി അക്സെപ്റ്റഡ് ഓൾസോ. വാട്ട് ഈസ് ഹിസ് അതോറിറ്റി? രാഹുൽ ഗാന്ധിയുടെ അതോറിറ്റി എന്താ വോട്ടർ പട്ടിക തിരുത്താൻ? അല്ല, രാഹുൽ ഗാന്ധി ഒരു എലീറ്റ് കുടുംബത്തിൽപ്പെട്ട ആളാണ്. അത് അവിടെ 10 ജനപത്തിൽ ഒരു പള്ളിയുണ്ട്, അവിടെ പോയി പറഞ്ഞാൽ മതി. നടക്കുന്ന കേസല്ല. നിങ്ങൾക്കൊരു എഡിറ്റബിൾ ഫയൽ തരാൻ പറ്റില്ല. റിസർവ് ബാങ്കിൽ പോയിട്ട് നോട്ടിൻ്റെ ഇത് തരാൻ പറ, സോഫ്റ്റ് കോപ്പി കിട്ടുമോ? എൻ്റെ മൗലികാവകാശമാണ് സോഫ്റ്റ് കോപ്പി എഡിറ്റബിൾ. വാട്ട് നോൺസെൻസ്. എനിക്ക് മഹാ കഷ്ടമാണ് ആൾക്കാരുടെ നോളജ് വോട്ടർ പട്ടികയെ പറ്റിയൊക്കെ. അല്ല, അത് വെച്ച് മുതലെടുത്ത് ഒരുപക്ഷെ രാഹുൽ ഗാന്ധിക്കും ഇതേക്കുറിച്ച് ധാരണയൊന്നും ഉണ്ടാവില്ല. അയാൾക്കൊന്നും അറിയില്ല എന്ന് ആരോ എഴുതി കൊടുക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് പൊട്ടനെന്ന് പറയുന്നത്. ഇത്രയും പൊട്ടനായ ഒരു മനുഷ്യനെ ആഘോഷിക്കുന്നവരെ തല്ലണം. അല്ല ചേട്ടാ, ബാംഗ്ലൂർ സെൻട്രലിലെ ആ വോട്ട് 7 മണ്ഡലങ്ങൾ, അല്ല 8 മണ്ഡലങ്ങളുടെ പട്ടിക കണ്ടില്ലേ? 4 BJP ലീഡ് ചെയ്തു. 4-4 ഇയാൾ പറയുന്ന മഹാദേവപുരം മാത്രമാണെന്നാണ്. അതുപോലും തെറ്റാണ്. 2019 നമ്മുടെ ശബരിമല കഴിഞ്ഞപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നു. 19 സീറ്റ് UDF ജയിച്ചു, 1 സീറ്റ് LDF ജയിച്ചു. AM ആരിഫ് ആലപ്പുഴ. 19 UDF ജയിച്ചെടുത്ത് ഒരെണ്ണം LDFന് കിട്ടിയത് എങ്ങനെ? കേരളം മൊത്തം തൂത്തുവാരി സ്വീപ്പിംഗ് ആയിട്ട് ഒരു കൊണ്ടുപോയി UDF. ഒരെണ്ണം LDFന് കിട്ടിയത് എങ്ങനെ? അതൊരു അസ്വാഭാവികതയില്ലേ? ഇനി AM ആരിഫ് ആലപ്പുഴയിൽ ജയിച്ചപ്പോൾ ചേർത്തല ഒഴിച്ച് ബാക്കി എല്ലാ അസംബ്ലി നിയോജകമണ്ഡലങ്ങളും പുള്ളി ട്രെയിലിംഗ് ആയിരുന്നു. ചേർത്തല എണ്ണിക്കഴിഞ്ഞപ്പോഴാണ് AM ആരിഫ് ജയിച്ചത്. അപ്പോൾ 7 നിയോജകമണ്ഡലം ഉള്ളതിൽ 6ലും കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിച്ചു. 7ാമത്തതിൽ AM ആരിഫ് ജയിച്ചു. പക്ഷേ 7ാമത്തതിൽ അങ്ങേരുടെ ഭൂരിപക്ഷം ഈ 6നെയും കവച്ചു വയ്ക്കുന്നതായിരുന്നു. അതെ, അത്രേ 10000 വോട്ടിന് മറ്റോ ട്രെയിലിംഗ് ആയിരുന്നു. ചേർത്തല എണ്ണിയപ്പോൾ 18000 വോട്ട് കിട്ടി. അപ്പോൾ ഫലത്തിൽ 8000 വോട്ടിന് ആരിഫ് ജയിച്ചു. ഇങ്ങനെയാണ് ആരിഫ് ജയിക്കുന്നത്. ഇതിനകത്ത് കൃത്രിമമില്ല. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖറിൻ്റെ. ഇനി അടുത്ത വീണ്ടും നിങ്ങൾക്കൊരു ആർഗ്യുമെൻറ്റ് ഞാൻ പറഞ്ഞുതരാം. ചേർത്തല, ഈ പറഞ്ഞ ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും അധികം ഹിന്ദു കോൺസെൻട്രേഷൻ ഉള്ളതാണ് ചേർത്തല. വിഷയം ശബരിമല ആ തെരഞ്ഞെടുപ്പിൽ. അപ്പം ശബരിമല ഹിന്ദുക്കളെല്ലാം കൂടെ AM ആരിഫിന് വോട്ട് ചെയ്യാനുള്ള കാര്യം അത് അസ്വാഭാവികമല്ലേ? അവിടെ തിരുമറി നടന്നിട്ടുണ്ടല്ലേ? ശരിയാണല്ലോ. തിരുമറി നടത്തിയാണ് 2019 AM ആരിഫ് ജയിച്ചത്. വിളിക്കുക ഒരു പത്രസമ്മേളനം. ഐ ഹാവ് ദ ഡാറ്റ. എനിക്ക് പ്രിപ്പറേഷനില്ല, ഒരു കടലാസ് കൊണ്ട് പോലും ഇല്ലാതെ ആലപ്പുഴയുടെ ഡാറ്റ ഞാൻ പറയാം. അങ്ങ് പൊലിപ്പിക്കുക 6 TV ഇങ്ങനെ അങ്ങ് 6 8 കൊടുക്കത്തില്ല. ചേട്ടൻ പറഞ്ഞാലും കൊടുക്കുന്നില്ല. അല്ല, BJPക്ക് എതിരാണെ കൊടുക്കും. അതിപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു സാധനം പൊലിപ്പിക്കാനുള്ള ഇതാണ് മാർഗം. ഇതിങ്ങനെ പറയുക, അതിൽ അസ്വാഭാവികത, ഇതിൽ അസ്വാഭാവികത. മഹാദേവപുരം എന്തോ ന്യൂനപക്ഷങ്ങൾക്ക് നല്ല ഇതുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു. അപ്പോൾ അതും രാഹുൽ ഗാന്ധി ആ പത്രസമ്മേളനത്തിൽ ചോദിക്കുന്നുണ്ട്. ഇത്രയും ന്യൂനപക്ഷമുള്ള സ്ഥലത്ത് BJP എങ്ങനെ ജയിച്ചു? അതിൽ അസ്വാഭാവികതയില്ലേ? ഉണ്ടല്ലോ. ഞാനും ചോദിക്കുന്ന, ഇത്രയും ഹിന്ദുക്കളുള്ള ചേർത്തലയിൽ
ശബരിമല വിഷയം കത്തി നിൽക്കുന്ന തെരഞ്ഞെടുപ്പിൽ എങ്ങനെ ഒരു CPM-ൻ്റെ മുസ്ലിം കാൻഡിഡേറ്റ് ജയിച്ചു? കള്ളത്തരമുണ്ട്, തീർച്ചയായും കള്ളത്തരമുണ്ട്. നടക്കട്ടെ. എം ആരിഫ് പറയും ഈ കള്ളത്തരമാണെങ്കിൽ നിങ്ങൾ തെരഞ്ഞെടുപ്പ് പരാതി ഒന്നും പറയണ്ട, കൊണ്ടുപോകാൻ ബാരിക്കേഡ്, കൊണ്ടുപോകാൻ ജലബീരങ്കി, ചലോ. എം ആരിഫിൻ്റെ ആഫീസിന് നേർക്ക്, വീടിന് നേർക്ക് അങ്ങനെ പുറത്തിറങ്ങി വഴി നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്ത് ചെയ്യും? ഐ വിൽ ക്രിയേറ്റ് ആൻ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ. അങ്ങനെ ചെയ്തിട്ട് എം ആരിഫ് കള്ളനാണെന്ന് വരുത്തുക. ദിസ് ക്യാൻ ബി ഡൺ. ഇതാണ് ഈ നരേറ്റീവ് വാർ. അവരൊരിക്കലും ലീഗലായിട്ട് പ്രൊസീഡ് ചെയ്യൽ. ജമ്മൻ ചെയ്ത് കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ സുനിൽ കുമാറോ ഒരു പരാതി ഇലക്ഷൻ കമ്മീഷന് കൊടുക്കില്ല. പറഞ്ഞു കഴിഞ്ഞു. കോടതിയിലും പോകില്ല. കോടതി പോയാൽ നിൽക്കുകയില്ല. 45 ദിവസം കഴിഞ്ഞില്ലേ. അത് സുനിൽ കുമാറിനും അറിയാം. അപ്പോഴാണ് അടുത്ത നമ്പർ. ഇപ്പോൾ തിരുമേനി ആകെ ഒരു സുഖമില്ല ഒന്ന്. അതിന് ഞാനൊരു മാർഗ്ഗം, ഇന്നലെ എനിക്ക് രാത്രിയിലാണത് സ്ട്രൈക്ക് ചെയ്ത് വെളിപാടുണ്ടായത്. MP-യെ കാണാനില്ല. യൂഹന്നാൻ മാർ മിലിത്തിയോസ് ആ പേര് കേൾക്കുമ്പോൾ താടിയും മറ്റേ കിരീടം തൊപ്പിയൊക്കെ വെച്ച്. ഇയാൾ മറ്റേ ഒരു സഭയിൽ നിന്ന് മറ്റേ സഭയിലേക്ക് ചാടിപ്പോയ ആളാണ്. അല്ല, അത് ചാടിക്കൂട്ടെ. ഇപ്പം പന്നിവൃത്തികേടുകൊണ്ട് അവിടെ നിന്ന് ഇവിടെയൊക്കെ ചാടിയെന്ന് വരും. പക്ഷേ അതിൻ്റെ ഒരു ഗമയുണ്ടല്ലോ. ഈ വടി, തൊപ്പി, വലിയ ഇങ്ങനെ കൂർത്തിരിക്കുന്ന തൊപ്പിയൊക്കെയാണ് നമ്മുടെ റോക്കറ്റ് പോലിരിക്കും. മൂട്ടിലൊരു തീ വെച്ചാൽ മതി. എന്നിട്ട് താടിയൊക്കെ. അപ്പോൾ അവർ പറയുമ്പോൾ MP-യെ കാണാനില്ല എന്ന് നമ്മൾ പേടിക്കും. ശരിയാണല്ലോ, കാണാനില്ലല്ലോ പുള്ളിയെ. ഇത് ദിവസവും കാണാനുള്ള കാഴ്ച ബംഗ്ലാവിൽ ഇട്ട് വെച്ചിരിക്കുന്നൊരു മൃഗമല്ല സുരേഷ് ഗോപി. അങ്ങനെ ജീവനുള്ള മനുഷ്യനാണ്. അങ്ങേരുടെ ജോലി ചെയ്യുന്നുണ്ട്. മിലിത്തിയോസ് തിരുമേനിക്ക് കാണണമെന്ന് പറയുമ്പോൾ ഡിം എന്ന് പറഞ്ഞ് പ്രത്യക്ഷപ്പെടാൻ അങ്ങേർക്ക് ദിവ്യശക്തിയൊന്നുമില്ല. അവിടെ വരുമ്പോൾ കാണാം, പുള്ളി എല്ലാവരെയും കാണുന്നുണ്ട്. ഈ പറഞ്ഞ തിരുമേനിയും വേണേൽ പോയി കാണുകയോ മിലിത്തിയോസിന് ആവശ്യം പുള്ളി വന്ന് കാണുകയോ ഒക്കെ ചെയ്യും. അതിലൊന്നും പുള്ളിക്കൊരു പ്രശ്നമില്ല. പക്ഷേ എനിക്ക് കാണണമെന്ന് തോന്നുമ്പോൾ ഡിം. തെലുങ്ക് സിനിമയിൽ ശ്രീകൃഷ്ണൻ പ്രത്യക്ഷപ്പെടില്ല, അതുപോലെ അപ്രത്യക്ഷനാകെ. ഈ കഴിവൊന്നും സുരേഷ് ഗോപിക്കില്ല. എന്ത് ചെയ്യാൻ പറ്റും? ഏതായാലും ഓരോരോ വിവാദങ്ങൾ. കേരളം പിന്നെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.